നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി പരമ്പരയിലെ നാണം കേട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ അഴിച്ചുപണികൾക്ക് വഴി തുറക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെയും ടീമിന്റെ പരിശീലക സംഘത്തിന്റെയും പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നേരിട്ട് അവലോകനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരമ്പരയിലെ വ്യാഴാഴ്ച നടന്ന നാലാം ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 9 വിക്കറ്റിന് കനത്ത തോൽവി വഴങ്ങിയതോടെ ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യൻ ടീം തുടർച്ചയായ പരാജയങ്ങൾക്ക് ഒടുവിൽ പരമ്പരയും കൈവിട്ടിരിക്കുകയാണ്. തുടർച്ചയായി പരമ്പരകൾ നഷ്ടപ്പെട്ട ഈ പ്രത്യേക സാഹചര്യത്തിൽ ടീമിന്റെ പ്രകടനത്തെ വളരെ ഗൗരവത്തോടെ വിലയിരുത്താൻ തന്നെയാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ കടുത്ത തീരുമാനങ്ങൾ വരെ ഉണ്ടായേക്കാമെന്ന് കൃത്യമായ സൂചനയും ബോർഡ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നുണ്ട്. കളിക്കാരുടെയും പരിശീലക സംഘത്തിലെ പ്രധാന അംഗങ്ങളുടെയും പ്രകടനം ബോർഡ് കർശനമായി വിലയിരുത്താൻ ഒരുങ്ങുകയാണെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. നിലവിൽ മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായുള്ള ഒരു വലിയ സപ്പോർട്ട് സ്റ്റാഫാണ് ഇന്ത്യൻ ടീമിനൊപ്പമുള്ളത്. ബാറ്റിംഗ് പരിശീലകനായി സാൻഷു കോട്ടക്, ബൗളിംഗ് പരിശീലകനായ ദക്ഷിണാഫ്രിക്കൻ മുൻ താരം മോണി മോർക്കൽ, അസിസ്റ്റന്റ് പരിശീലകനായി റയാൻ ടെൻ ഡോസെറ്റ്, ഫീൽഡിംഗ് പരിശീലകനായി ടിഡ് ദിലീപ്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് പരിശീലകനായി അഡ്രിയാൻ ലെറു എന്നിവരടങ്ങുന്ന ഈ കോച്ചിംഗ് സംഘം. എന്നാൽ അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ പരമ്പരകളിലെ കനത്ത തോൽവികൾക്ക് പിന്നാലെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും ബോർഡിന്റെ കർശന പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് BCCI വൃത്തങ്ങൾ വ്യക്തമാക്കി. മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന് നിലവിലുള്ള കരാർ 2027 വരെയാണെങ്കിലും ഈ രീതിയിലാണ് പ്രകടനമെങ്കിൽ കരാർ കാലാവധി പൂർത്തിയാക്കാൻ ബോർഡ് അനുവദിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തങ്ങളുടെ മൂന്നാമത്തെ ട്വന്റി ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇന്ത്യക്ക് ഇതുവരെ ഒരു ട്വന്റി അന്താരാഷ്ട്ര മത്സരം പോലും വിജയിക്കാനായിട്ടില്ല എന്നത് മാനേജ്മെന്റ് വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക ചാമ്പ്യന്മാരായതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒട്ടും അഭിമാനിക്കാൻ വകയില്ലാത്ത റെക്കോർഡുകളാണ് ടീം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അയർലൻഡിനെതിരായ ട്വന്റി പരമ്പരയിൽ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ടീം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം റെക്കോർഡിന് ഉടമകളായി മാറി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട് അവർക്ക് തുടർച്ചയായി രണ്ടാമത്തെ പരമ്പര നഷ്ടമായിരിക്കുന്നത്. ട്വന്റി ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൽ നിന്ന് നായകസ്ഥാനം ശ്രേയസ് അയ്യറിന് സമ്മാനിച്ച ശേഷം ട്വന്റിയിലെ ഒരു പുതുയുഗം വളരെ ഗംഭീരമായി തുടങ്ങുമെന്നായിരുന്നു ആരാധകരും ബോർഡും ഒരേപോലെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിന് ഇതുവരെ തികച്ചും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെക്കാനായത്. വിദേശ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ പാളിച്ചകൾ, മത്സരത്തിനിറങ്ങുമ്പോൾ കൃത്യമായ തന്ത്രങ്ങളില്ലായ്മ, പ്രധാന കളിക്കാരുടെ ഫോമില്ലായ്മ എന്നിവയെല്ലാം ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായ ഈ പരമ്പര തോൽവികൾ ക്രിക്കറ്റ് നിരീക്ഷകരും വിമർശകരും വലിയ ആയുധമാക്കിയിട്ടുണ്ട്. ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച വിജയകരമായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ പെട്ടെന്ന് നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ശ്രേയസ് അയ്യരെ നിയമിച്ചതിലെ യുക്തിയെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ലോകത്തും ഭൂരിഭാഗം പേരും ചോദ്യം ചെയ്യുന്നത്. ഇതിനു പുറമെ തികച്ചും സംശയാസ്പദമായ ടീം തിരഞ്ഞെടുപ്പ് രീതികളുടെ പേരിലും പരിശീലകൻ ഗൗതം ഗംഭീറും പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും കടുത്ത വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. പ്രതിഭയുള്ള സഞ്ജു സാംസനെ പോലെയുള്ള കളിക്കാരെ പുറത്തിരുത്തി ഫോമില്ലാത്ത യുവാക്കളെ ടീമിൽ തിരികെ കയറ്റുന്ന രീതിയാണ് പരാജയങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഈ പരമ്പരയിലെ മത്സരങ്ങളുടെ ഗതി പരിശോധിച്ചാൽ ഇന്ത്യൻ ടീമിന്റെ തകർച്ച വ്യക്തമാക്കും. ഒന്നാം ട്വന്റി കനത്ത മഴ മൂലം ഒരു പന്ത് പോലും രണ്ടാം ഇന്നിംഗ്സ് എറിയാനാകാതെ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നു. രണ്ടാം ട്വന്റി ഇംഗ്ലണ്ടിന്റെ യുവതാരം ജേക്കബ് ബെഥലിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനവും ഇന്ത്യൻ സ്പിന്നർ രവി ബിഷ്ണോയിയുടെ മോശം ബൗളിംഗും ആതിഥേയരായ ഇംഗ്ലണ്ടിന് എളുപ്പത്തിൽ വിജയം സമ്മാനിച്ചു. മൂന്നാം ട്വന്റി ഈ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റ് നിര പൂർണ്ണമായും തകരുകയും വെറും 76 റൺസിന് എല്ലാവരും പുറത്താവുകയും ചെയ്തു. അതിന് തുടർന്ന് 125 റൺസിന്റെ വലിയ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ നാണംകേടിന്റെ പരാജയമായിരുന്നു ഇത്. നാലാം ട്വന്റി ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ 9 വിക്കറ്റിന്റെ കനത്ത തോൽവി കൂടി ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. തുടർച്ചയായി 2 പരമ്പരകൾ തോറ്റ സാഹചര്യത്തിൽ BCCI പ്രസിഡന്റും സെക്രട്ടറി ജയ് ഷായും ഉൾപ്പെടുന്ന ഉന്നതതല സമിതി പരിശീലകനായ ഗൗതം ഗംഭീറിനെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെയും നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം തേടും. വിദേശ പിച്ചുകളിൽ യുവതാരങ്ങൾ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഷോർട്ട് ബോളുകളിൽ കുടുങ്ങി പുറത്താകുന്നത് എന്നതിനെക്കുറിച്ച് ബാറ്റിംഗ് പരിശീലകൻ സാൻഷു കോട്ടക്കും മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് മുന്നിൽ ഇന്ത്യൻ ബൗളർമാർക്ക് പ്ലാൻ എ, പ്ലാൻ ബി എന്നിവയൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ബൗളിംഗ് പരിശീലകൻ മോണി മോർക്കലിന്റെ റിപ്പോർട്ടും ബോർഡ് പരിശോധിക്കും. അച്ചടക്കമില്ലായ്മയുടെയും മോശം ഫോമിന്റെയും പേരിൽ ടീമിൽ വിമർശനം നേരിടുന്ന ഇഷാൻ കിഷൻ, തിലക് വർമ്മ, വൈഭവ് സൂര്യവംശി എന്നിവർക്ക് ഇനിയും അവസരങ്ങൾ നൽകണോ എന്ന കാര്യത്തിലും ബോർഡ് കർശനമായ നിലപാടെടുത്തേക്കും.
ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമാണ് ഈ തുടർച്ചയായ തോൽവികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളെയും പരമ്പരകളെയും മുൻനിർത്തി ടീമിലെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ BCCI മടിക്കില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അർഹതയുള്ള കളിക്കാരെ മാറ്റി നിർത്തി നടത്തുന്ന പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാനും കോച്ചിങ് സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും BCCIയുടെ ഈ ഇടപെടൽ കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗൗതം ഗംഭീറിന്റെ പരിശീലന രീതികളെക്കുറിച്ചും ഇന്ത്യൻ ടീമിന്റെ തുടർച്ചയായ തോൽവികളെ തുടർന്ന് BCCI എടുക്കാൻ പോകുന്ന കടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിഷയങ്ങൾക്കുമായി സ്പോർട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.